സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു നല്ല വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു ആപ്പാണ്. ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പുതുതായിട്ട് വരുന്ന ആൾക്കാർ, ഞാനും ഒരു പുതുമുഖനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് മനസ്സിലായതാണ്. അപ്പൊ ഏറ്റവും നല്ലൊരു ആപ്പ്, നിങ്ങളും ചിലപ്പോൾ വേറെ ആപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്കിത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങൾക്ക് പങ്കുവെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ഇൻഷോട്ടിൽ ചെയ്യുന്നുണ്ടാവും, അതുപോലെ കൈൻ മാസ്റ്റർ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ അതിന് വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർമാർക്ക് ഇങ്ങനെ അതിന്റെ മേലെ കാണിക്കും. കെയിൻ മാസ്റ്ററിലാണെങ്കിൽ അതിന്റെ മേലെ കെയിൻ മാസ്റ്റർ എന്നിങ്ങനെ കാണിക്കും വാട്ടർമാർക്ക്. ഇൻഷോട്ട് ആണെങ്കിൽ ഇൻഷോട്ട് എന്ന് കാണിക്കും. പക്ഷെ അതൊന്നും ഇല്ലാതെ, വാട്ടർമാർക്ക് ഇല്ലാതെ സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അത് കുറച്ച് ഞാൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെ ഒരു തുടക്കക്കാരന് വേണ്ടിയിട്ടുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഒക്കെ ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന പോലെ പറഞ്ഞുതരാം. എനിക്ക് അറിയണ്ടായില്ല, ഞാൻ ഇതേപോലെ കൈൻ മാസ്റ്ററിലൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് ഈ വാട്ടർമാർക്ക് ഉള്ളതുകൊണ്ട് അത് പെയ്ഡ് കൊടുത്ത വാട്ടർമാർക്ക് ഒഴിവാക്കാനൊക്കെ പറ്റും. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പൊ ഞാൻ നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചു, അവൻ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ അത് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളൊക്കെ തുടക്കക്കാരാണല്ലോ, അപ്പൊ നമുക്ക് അറിയുന്നത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഈ എഡിറ്റിംഗ് അറിയാതെ അല്ലെങ്കിൽ എഡിറ്റ് എങ്ങനെ ചെയ്യാമെന്ന് അറിയാതെ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കും കൂടുതലായിട്ടൊന്നും അറിയില്ല, പക്ഷെ അറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ആപ്പാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിക്കുക. അപ്പൊ ആപ്പിന്റെ പേര് VN എന്നുള്ളതാണ്. ഓക്കെ, VN എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടും നമുക്ക്. അപ്പൊ VN എന്നുള്ള ആപ്പ് നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ചെയ്തിട്ട് നമുക്ക് ശരിയാവുന്ന ഒന്നും രണ്ടും വട്ടം ചെയ്താൽ ചിലപ്പോൾ ശരിയാവുന്നില്ല. അത് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ എന്താക്കാം, വീഡിയോയിലോട്ട് പോകും. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ചിലപ്പോൾ ലെങ്ത് ചിലപ്പോൾ കൂടും, ചിലപ്പോൾ ഫുള്ളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്, നമുക്ക് അറിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഇതെങ്ങനെ ചെയ്യണം, ഏത് ആപ്പ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്നോട് 2-3 ആൾക്കാർ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ചെറിയ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അത് ഏതായാലും അവർക്ക് പറഞ്ഞു കൊടുക്കും, മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കുക എന്ന് വിചാരിച്ചാണ്. ഓക്കെ, ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബും ചെയ്തോളി. അപ്പോൾ നമുക്ക് നേരെ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും കൂടുതലും കുറവൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കുക, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ VN എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ആക്കുക. ഇതിൽ ഡീഫോൾട്ട് ഇങ്ങനെ ഒരു സെക്ഷനാണ് വരിക കേട്ടോ. അപ്പോൾ അതിൽ ഡീഫോൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ അടിയിൽ കാണുന്ന പ്ലസ് ബട്ടൺ അത് അമർത്തുക. ഈ കാണുന്നതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസ് ആട്ടോ, അതാണ് ഇവിടെ അങ്ങനെ കാണുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി എഡിറ്റ് ചെയ്യണം ശരിയായ തോന്നുകയാണെങ്കിൽ ഇതിൽ തന്നെ എടുത്തിട്ട് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ നീല കാണുന്ന പ്ലസ്സിൽ അമർത്തുക. അപ്പോൾ നേരെ ഗാലറിയിലേക്ക് പോകും. അവിടെ വീഡിയോസ് ഉണ്ടാവും, ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊരു വീഡിയോസ് നമുക്ക് ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച വീഡിയോസ് ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം ചെയ്തിട്ട്. അപ്പോൾ ഏത് വീഡിയോ വേണ്ടി വെച്ചാൽ ആ വീഡിയോയിൽ അമർത്തുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയി. ഇവിടെയാണ് നമ്മൾ എല്ലാ വീഡിയോ കാര്യങ്ങളും എഡിറ്റിനൊക്കെ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം കാണുന്ന ഇതുണ്ടല്ലോ, ഇൻപുട്ട് ടൈറ്റിൽ, അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോ അവസാനിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അത് ഡിലീറ്റ് ചെയ്യാൻ മറന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം അത് ഡിലീറ്റ് ചെയ്യുക. അത് ഡിലീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ ഈ വീഡിയോസിന്റെ അടിയിൽ കണ്ടോ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇത് നമ്മൾ ഓരോന്ന് 2, 3, 4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം പക്കയായിട്ട് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് തന്നെ 1-2 ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരുപാട് ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ഓരോ പുതിയതും ഇങ്ങനെ മനസ്സിലായി വരും. ഓക്കെ, ഒക്കെ കൂടി നമുക്ക് ഇന്ന് കാണിച്ചു തരാൻ പറ്റില്ല, എന്നല്ല ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഈ ഓപ്ഷനൊക്കെ നമുക്ക് ഓരോന്ന് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൽ ഉണ്ടോ ഫിൽറ്റർ ചെയ്യാനുണ്ട്, ട്രിം ചെയ്യാനുണ്ട്, അതുപോലെ സ്പ്ലിറ്റ്, സ്പീഡ് കൂട്ടാൻ, വോളിയം കൂട്ടാൻ, ഫെയ്ഡ്, അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യാനും
അതുപോലെ തന്നെ ഇവിടെ എക്സ്ട്രാക്റ്റ് ഓഡിയോ പറഞ്ഞ സാധനമുണ്ട്. ഇതൊക്കെ നമ്മളൊരു വീഡിയോയുടെ വോയിസ് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ആ വീഡിയോ ഇതേപോലെ എടുത്തിട്ട് ഈ എക്സ്ട്രാക്റ്റ് ഓഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വോളിയം വോയിസ് മാത്രം നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കാണിച്ചു തരാം. ഇതിന് 3 ലെയർ ഉണ്ടാവും മേലെ. നമ്മുടെ മെയിൻ വീഡിയോസിന്റെ 3 ലെയർ, 1 2 3 ലെയർ ഉണ്ടാവും. അപ്പൊ ആദ്യം നമുക്ക് എന്തെങ്കിലും വീഡിയോസ് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാൻ, അല്ല ടെക്സ്റ്റ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ടെക്സ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഹെഡിങ് കൊടുക്കുക. നമുക്ക് എന്തുകൊണ്ട് എഴുതാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ട് എഴുതിയിട്ട് കളർ കൊടുക്കാനുള്ള വേണം ഉണ്ടാവും. അതിൻ്റെ ഏത് കളർ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, ഷാഡോ, ബോർഡ് കൊടുക്കാനുണ്ടാവും. ബോർഡർ കൊടുക്കുക, ഷാഡോസ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കളറുകൾ ഉണ്ടാവും. നമുക്ക് ഏതാ വേണ്ടിയിട്ടെങ്കിൽ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടല്ലേ, ഏത് കളർ, ബ്ലാക്ക് ആണ് ബ്ലാക്ക് കൊടുക്കുക, ഏത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ. അത് നല്ല ഒരു നമുക്ക് ഇഷ്ടമുള്ള വലുതാക്കാനും ചെറുതാക്കാനും, അതുപോലെ ഓരോ ഇതിന്റെ ഈ ലെറ്ററിന്റെ മോഡൽ മാറ്റാനൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഓരോന്ന് ചെയ്ത് കാണിക്കുന്നതാണ്. ഓരോ ലെറ്ററുകൾ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പലതരത്തിലുള്ള മോഡലുകൾ ആണ്, ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് കൊടുത്തായി. ഓക്കെ, പിന്നെ ആ ലെറ്റർ നമുക്ക് ഇപ്പൊ നമ്മള് ഇതാണ് വീഡിയോസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീഡിയോസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവിടെ ആ ലെറ്റർ കാണാൻ ചില അപ്പോൾ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇതിന് പ്രസ് ചെയ്ത് വലിച്ചാൽ മതി. എത്ര വേണ്ട വെച്ചാൽ അതുവരെ ഇങ്ങനെ വലിക്കുക. ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് വലിക്കുക. ഫുള്ളായിട്ട് നമ്മൾ വീഡിയോസ് ഇങ്ങനെ പോകുന്നതോറും കണ്ടോ ആ ലെറ്റർ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പകുതി മതിച്ചെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത്ര നമുക്ക് വെട്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ സൗണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ കാണാല്ലേ ഈ ഓപ്ഷൻ, ഈ മ്യൂസിക്കിന്റെ ഒരു സിമ്പിൾ കാണാനില്ലേ, അതിൽ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മ്യൂസിക് ഉണ്ടാവും, എല്ലാ എഫക്റ്റ് കൊടുക്കണ ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇനി റെക്കോർഡ് ചെയ്യണമെങ്കിൽ വീഡിയോസ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ആവശ്യം ഉണ്ടെങ്കിൽ അത് വേണ്ടതാണ് സൗണ്ട് റെക്കോർഡ്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മ്യൂസിക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള മ്യൂസിക് ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ച മ്യൂസിക് മൈ മ്യൂസിക്കിൽ കൊടുത്താൽ നമ്മൾ ഇഷ്ടമുള്ള മ്യൂസിക് വരും. മ്യൂസിക് ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് മ്യൂസിക് ഇവിടെ ഉണ്ട്. കോപ്പറേറ്റ് ഉണ്ടെന്നൊക്കെ നോക്കണം, അതൊക്കെ നോക്കുക. നമ്മൾ കോപ്പറേറ്റ് ഇല്ലാത്ത മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ മൈ മ്യൂസിക്കിൽ വന്ന് എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ചെയ്യാത്ത കാരണം കാണാനില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് നേരെ അങ്ങോട്ട് ഇപ്പോൾ ഈ ലൈബ്രറി ഞാൻ കാണിച്ചു തരാം. ലൈബ്രറിയിൽ എടുത്തു ഒരു മ്യൂസിക് എടുത്ത് നമ്മളിപ്പോൾ ഒരു മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്തു. ഇത് നമുക്ക് ഫേഡ് കൊടുക്കാനാണ്, ഫേഡ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഓക്കെ, അത് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ മേലെ കണ്ടോ ഈ നീല കാണാനല്ലേ, ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത സാധനമാണ്. ഓക്കെ, ഈ മ്യൂസിക് അത് നമുക്കിപ്പോൾ ആവശ്യമില്ല, ഞാൻ കാണിച്ചെന്ന് മാത്രമല്ല. അപ്പോൾ ഏത് മ്യൂസിക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തു. പിന്നുള്ളതാണ് ഇതാണ് വോളിയം, സ്പീഡ്. വോളിയം കൂട്ടാൻ നോക്കിയാൽ വോളിയം ബട്ടൺ, വോളിയം അമർത്തി കഴിഞ്ഞാൽ വോളിയം കൂട്ടാനും കുറക്കാനും ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, കണ്ടോ. അതുപോലെ സ്പീഡ് കൂട്ടാനും കുറക്കാനും ഇവിടെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഓക്കെ, അത് ഏത് മോഡൽ വേണമെങ്കിൽ നമുക്ക് പകുതി ഇത് എടുക്കുക. ഇതിപ്പോൾ സ്ട്രൈറ്റ് ആണ്, കൂട്ടണമെങ്കിൽ ഇങ്ങോട്ട് താഴ്ത്തി കൊടുത്താൽ ഇതുവരെ ഫുള്ളാക്കുക, ഇതുവരെ സ്പീഡാക്കുകയാണെങ്കിൽ സ്പീഡാക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ സ്പീഡ് കുറക്കുക, കൂട്ടുക. അത് നമ്മൾ ഐഡിയ പോലെ എങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നുള്ള മെയിനായിട്ട് പിന്നെ നമ്മൾ കണ്ടില്ലേ, പിന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു വീഡിയോസിന് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഒരു സൈഡിൽ നമ്മളും മറ്റു സൈഡിൽ അങ്ങനെയുള്ള ഒരു വീഡിയോസിന്റെ ഒരു എഡിറ്റിംഗ് ഞാൻ കാണിച്ചു തരാം. ഞാൻ സാധാരണ അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് ഞാനാണുള്ളത്. പിന്നെ മറ്റൊരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ട് 2 സൈഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഗാലറിയിൽ നിന്നൊരു വീഡിയോ നമ്മൾ ആദ്യം ഇതിലേക്ക് കൊണ്ടുവരിക. അതിനാണ് ഈ ഫസ്റ്റത്തെ ലെയറില്ലേ, ഈ കാണുന്ന ലെയർ, ഈ പ്ലസിന്റെ ഫസ്റ്റ് അടിയിൽ അത് അമർത്തി കൂടെ നേരെ ഗാലറിയിൽ, ഫോട്ടോസ് ഗാലറിയിലേക്ക് പോവുക. അവിടെ നമ്മളൊരു വീഡിയോസ് സെലക്ട് ചെയ്തെടുക്കുക. ഒരു വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു കണ്ടോ, അപ്പോൾ വീഡിയോസ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ചെറിയ സ്ക്രീൻ അല്ലേ, ഇത് നോർമൽ സ്ക്രീനാണ് കണ്ടോ. ഇത് ഇവിടെ മേലെ കാണാം ഒറിജിനൽ സ്ക്രീനാണിത്, നമ്മുടെ ഒറിജിനൽ സ്ക്രീൻ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ക്രീനിന്റെ ഓപ്ഷൻ കാണാൻ കഴിയും.
ഓക്കെ, ഇത് ഒറിജിനൽ. പിന്നെ ടിക്ടോക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെ ഒരുപാട് റേഷ്യോടെ കാണാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ എടുക്കുക. അപ്പോൾ സ്ക്രീൻ എന്തായി? വലിയ സ്ക്രീനായി. ആണല്ലേ, ഒരു വലിയ സ്ക്രീനായി. അപ്പോൾ നമുക്കതിനെ രണ്ടാക്കാം. അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു സൈഡിലേക്കാക്കി, ഇത് ഈ സൈഡ് എടുക്കുക, ഈ സൈഡ് എടുക്കുക, എടുക്കണില്ല. അതുപോലെ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് അല്ല ഇങ്ങോട്ട് കൊടുക്കുന്ന ഇത് ഇതാക്കിയിട്ട് രണ്ട് സൈഡായി. ഓക്കെ, ഏത് ലെവൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ രണ്ട് ഓപ്ഷൻ ആയി. അതുപോലെ തന്നെ വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത്, പിന്നെ പുതിയ വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ്സിൽ അമർത്തി കൊടുത്താൽ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ഇവിടെ ലെങ്ത് കൂട്ടിയിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ ആണെങ്കിൽ ഇവിടെയും കൂട്ടിയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട്. അത് നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് VN ആണ്. അതിൽ വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്പാണ് VN ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് ഓപ്ഷനുകൾ നമ്മൾ ചെയ്തിട്ടാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാം ഞാൻ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പിന്നെ ലെങ്ത് കൂടി പോവുകയും ചെയ്യും വീഡിയോസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേറെ പ്രധാനപ്പെട്ടൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് സേവ് ചെയ്യണ്ടേ. അതിനാണ് ഈ മേലെ കാണുന്ന ആരോ ഉണ്ട്, നീല ആരോ, അത് അമർത്തി കൊടുക്കുക. അത് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് MB നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് കുറയുന്നത് MB കുറക്കാനുള്ള ഒരു ഐഡിയ ആണ് ഈ FPS ആണല്ലേ, അത് ഫുള്ളാക്കിയിട്ടിടുക. അത് ഈ ഓട്ടോ മാനുവൽ കണ്ടില്ലേ, ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇടരുത്. ഈ മാനുവലിൽ ഇടണം. ഓട്ടോയിൽ ഇട്ടുണ്ടെങ്കിൽ ഇത് ലെങ്ത് കൂടും. മാനുവലിൽ ഇടുക. ഈ ആവറേജ് എന്ന് കാണുന്ന ഇതുണ്ടല്ലോ, അത് കൂടുന്തോറും MB കൂടി വരും. ഓക്കെ, അപ്പൊ അത് ഇത് ഫുൾ ലെങ്ത്തിൽ ഇടുക. ഇനി ഇത് ഏറ്റവും കുറച്ചിട്ടിടുക. ഇപ്പൊ 3.25 MB ആണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ലെങ്ത് ഉള്ളൂ. നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് 2 വീഡിയോസ് എഡിറ്റ് ചെയ്താകുള്ളൂ. അപ്പൊ ഇതിങ്ങനെ കൂടുന്തോറും MB ആണ്. 242 MB ആയി. അപ്പൊ നമ്മളിങ്ങനെ പരമാവധി ഫുള്ളാക്കിയിട്ട് കുറച്ചിടുക. ഇത് കൂട്ടുക, FPS കൂട്ടുക, ഈ ആവറേജ് എന്നുള്ളത് കുറച്ചിടും ചെയ്യുക. അപ്പൊ 3.2 MB ആയി. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് കൊടുക്കുക. ഈ എക്സ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ ഡൗൺലോഡ് അത് നേരെ നമ്മുടെ ഗാലറിയിൽ കയറിയിട്ടുണ്ടാവും. ഡണ്ണ് കൊടുക്കുക, നേരെ ബാക്കിലോട്ട് പോവുക. നമ്മളെ ഇതണ്ട, നമ്മളെ വീഡിയോസിൽ അവിടെ നമ്മൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത്ര സിമ്പിൾ ആണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആവും. അപ്പൊ അതിനുള്ള ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. എന്തെങ്കിലും ആദ്യമായിട്ട് ചെയ്യാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ.